ഓസ്ട്രേലിയയിലെ അഡലെയ്ഡിലെ സീറോ മലബാർ വിശ്വാസി സമൂഹം. ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? ഞാൻ ഒരു 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. മാൾട്ട എന്ന സ്ഥലത്ത് സീറോ മലബാറുകാർ വിശ്വാസികൾ പ്രദക്ഷിണം നടത്തുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന് വളരെയധികം പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യം, മാൾട്ടയിലുള്ളവരെ തന്നെയാണെന്ന് തോന്നുന്നു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാൾട്ട ക്രിസ്ത്യൻ കൺട്രിയാണ്. അപ്പം അവിടുത്തുകാർ ഇതുപോലെ നടത്തുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും നടത്തുന്നു. ഈ ലോകം, ഈ എർത്ത്, ഇതിൽ മനുഷ്യർ ഓരോ മതം ഉണ്ടാക്കിയിട്ട് അത് സ്വീകരിച്ചിട്ട് അതിൻ്റെ ബേസിസിൽ കുറച്ച് പേര് കൂടുതലുണ്ടെങ്കിൽ അതിനെ അന്നേരം ക്രിസ്ത്യൻ കൺട്രി, മുസ്ലിം കൺട്രി, ഹിന്ദു കൺട്രി, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അതിനകത്ത് എന്ത് ന്യായമാണ് അത് ഉള്ളത്? ഇപ്പോൾ ഇവിടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, സിഖുകാരുണ്ട്, വേറെ പല ജൈനന്മാരുണ്ട്, എത്ര ഇതുണ്ട്. ഹിന്ദു കൺട്രി എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ഒരിക്കലും ഇതൊരു ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സെക്യുലർ കൺട്രിയാണ്. സെക്യുലർ കൺട്രീനെ ഹിന്ദു കൺട്രി ഒരു മതത്തിൻ്റെ കീഴിൽ കൊണ്ട് കെട്ടാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് മാൾട്ടയിൽ അതൊരിക്കലും ക്രിസ്ത്യൻ കൺട്രി എന്ന് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണ് ഈ ക്രിസ്ത്യൻ കൺട്രി? അവിടുത്തെ നിയമങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ നിയമാവലികളൊക്കെ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ബൈബിളിനെ ബേസ് ചെയ്ത് ചിലതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അത് ക്രിസ്ത്യൻ കൺട്രി എന്ന് പറയുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. എന്താ അങ്ങനെയല്ലേ? ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ജീവിക്കാനായിട്ട് അവകാശമുള്ള സ്ഥലമാണ്. അല്ലാതെ ഒരു മതവിഭാഗക്കാർക്ക് മാത്രം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടല്ല ഈ ലോകം നിലകൊള്ളുന്നത്. അത് ആദ്യമേ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ കൺട്രി, ഹിന്ദു കൺട്രി, മുസ്ലിം കൺട്രി, സിഖ് കൺട്രി, അങ്ങനെ പറ്റത്തില്ല. അതൊക്കെ കാലഹരണപ്പെട്ട് പോയിട്ടുള്ള ഓരോ ഐഡിയോളജിയാണ്. എൻ്റെ ചിന്തയിൽ അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഇവർ പറയുന്നു ഈ മാൾട്ടയിൽ അവർ നടത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടപ്പാത ഉപരോധിച്ചുകൊണ്ടാണ്. നടപ്പാതയാണേലും അത് നടക്കാനുള്ള ഇതല്ലേ. പിന്നെ പറയുന്നത് പെർമിഷൻ ഉണ്ടായിരുന്നു. പെർമിഷനോട് കൂടിയാണ് ഇവിടെ കേരളത്തിൽ പോലും ജാഥകൾ നടത്തുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ പ്രദക്ഷിണം നടത്തുന്നത്. ഇതെല്ലാം പോലീസിൻ്റെ പെർമിഷൻ വേണം. ഇപ്പോൾ ഇവിടെ ബംഗാളികളുണ്ട്. ഈ ബംഗാളികളെല്ലാം കൂടി അവരുടെ എന്തെങ്കിലും ഒരു ആചാരം നമ്മുടെ റോഡ് ബ്ലോക്ക് ചെയ്ത്, പെർമിഷൻ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു പ്രകടനം നടത്തുകയാണ് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ ഹനിച്ചുകൊണ്ട്. നമ്മുടെ ഫീൽ എന്തായിരിക്കും? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ രാജ്യക്കാരവിടെ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് പ്രശ്നമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ കളറ് അതൊരു പ്രശ്നം തന്നെയാണ്. വെള്ളക്കാരുടെ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് നഗ്നമായ സത്യം തന്നെയാണ്. അപ്പം നമ്മളിപ്പം നോർത്ത് ഇന്ത്യ ചെന്നിട്ട് ഒരു തെരുവ് മുഴുവൻ ബ്ലോക്കാക്കിയിട്ട് നമ്മളൊരു ഇത് ചെയ്യുക. നമ്മളെല്ലാം ഇന്ത്യൻസ് ആണല്ലോ. അതുപോലെ സഹിക്കാൻ പറ്റത്തില്ല. ഒരു സ്റ്റേഡിയം അങ്ങോട്ട് ഹയർ ചെയ്യാനേ ഇഷ്ടംപോലെ സ്റ്റേഡിയംസ് ഉണ്ട്, ഗ്രൗണ്ടുകളുണ്ട്. ഒരു ഗ്രൗണ്ട് ഹയർ ചെയ്തിട്ട് അതിനകത്ത് നടത്തുക. ഞാൻ ഈ ഓസ്ട്രേലിയയിൽ ചെന്ന സമയത്ത് കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞ സംഭവത്തിന് ഞാൻ ഒരിക്കലും ഇതൊന്ന് കാണാൻ പോയി. അവിടെ അന്ന് മലയാളികളൊന്നും ഓസ്ട്രേലിയയിലേക്ക് അധികം അങ്ങോട്ട് വന്നിട്ടില്ല. സീറോ മലബാറിൻ്റെ സംഭവമൊന്നും അവിടെ വന്നിട്ടില്ല. അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ ചെന്നപ്പം അവിടെയുള്ള ബാക്കി ക്രിസ്ത്യാനികളുണ്ട്. അവർ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവർ ഒരു ഗ്രൗണ്ട് ഹയർ ചെയ്തിട്ട് ആ ഗ്രൗണ്ടിനകത്താണ് പരിപാടി. ആർക്കും ഒരു കുഴപ്പമില്ല. പല രാജ്യത്തു നിന്നുള്ള ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ട്. നമ്മുടെ കൂടുതലും ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, ഐലൻഡേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അന്ന് മലയാളികൾ വളരെ കുറവാണ്. പക്ഷെ അവരൊരു ഗ്രൗണ്ടിനകത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ പറഞ്ഞ പ്രദക്ഷിണവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് അവരവിടെയാണ് നടത്തുന്നത്. ഇപ്പം മലയാളികൾ ചെന്നിട്ടാണ് ഈ റോഡിനകത്തൂടി ഈ പണി കാണിക്കാൻ തുടങ്ങുന്നത്. നമ്മളിത് നടത്തിക്കും, ഈ മതക്കാരിത് നടത്തിക്കുക, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ നടത്തുന്നത് ഇതുപോലെ റോഡ് ഉപരോധിച്ചിട്ടല്ല. കാരണം ഇതിപ്പം നടപ്പാതെയാന്ന് പറഞ്ഞു. ഇനി റോഡ് ഉപരോധിക്കുന്നത് വളരെ വലിയ അഭിമാനമായിട്ട് പറയുന്ന ഒരു പാതിരിയുടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, കണ്ടു നോക്ക്. ഓസ്ട്രേലിയയിലെ അഡലെയ്ഡിലെ സീറോ മലബാർ വിശ്വാസി സമൂഹം
ഈ വർഷത്തെ ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി നടത്തുന്നത് അഡലേഡിൻ്റെ സിറ്റിയുടെ ഹൃദയഭാഗത്തുകൂടെ തന്നെയാണ്. ഇതൊക്കെ ഇപ്പം അവർക്ക് പെർമിഷൻ കിട്ടും. പക്ഷേ ഇതിനകത്ത് കുഴപ്പം എന്നറിയോ, ഇതൊന്നും ഇഷ്ടമില്ലാത്ത തദ്ദേശീയരായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. അവർക്കിത് സൂഹിക്കത്തില്ല. അവരെന്നാ ചെയ്യുന്നത്, ഇതെല്ലാം ഒരു കാരണമാക്കിക്കൊണ്ട് അവർക്ക് ഒന്നാമതെ പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ട്. അവർക്ക് വീടിൻ്റെ വില കൂടുന്നു, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പല പല പ്രശ്നങ്ങളിൽ കൂടെയാണ് അവർ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി കാണുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ, അത് ഇപ്പം അതിൻ്റെയാണ് ഞാൻ ആ പഴയ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, 31 ഓൾ ഓസ്ട്രേലിയയിലെ മെയിൻ സിറ്റികളിൽ ആൻറ്റി ഇമിഗ്രേഷൻ റാലികൾ നടത്തുവാണ് വൈറ്റ്സ്. അപ്പം അത് പണ്ട് ഇവരുടെ ഒരു സ്ലീപ്പിംഗ് സെല്ല് പോലെ പണ്ടേ ഉണ്ട് ഇത്. പക്ഷേ അതിനകത്തേക്ക് അധികം ആൾക്കാരെ കിട്ടത്തില്ലായിരുന്നു അവർക്ക്. ഈ വൈറ്റ് സുപ്രീമസിയുടെ ഇതൊക്കെ ഓസ്ട്രേലിയയിലും ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ചെറിയ ശതമാനമേ ഉള്ളായിരുന്നു. വെളിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ മതങ്ങളും ഇതുപോലത്തെ ഓരോ തെമ്മാടിത്തരം കാണിക്കുന്നതുകൊണ്ട് ഇപ്പം അവർക്ക് ഇതുപോലെയുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല ഇപ്പം അവരുടെ ഇതിനകത്ത് ജോയിൻ ചെയ്യുകയാണ്. അവരുടെ ഒരു മാർച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ ഭയങ്കര ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 240 മുതൽ 280 ഇന്ത്യൻസ് പെർ ഡേ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പല രീതിയിലായിട്ട് എത്തുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത് അതിൻ്റെ കണക്കനുസരിച്ച്. അപ്പം അടുത്ത 10 വർഷത്തിനുള്ളിൽ ഏറ്റവും വലിയ ഒരു ജനവിഭാഗമായിട്ട് ഇന്ത്യൻസ് മാറും. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ ഒരാൾ അതിൻ്റെ കണക്ക് നിരത്തി പറയുന്നതാണ് കണ്ടത്. ഇതൊക്കെ ഈ പറഞ്ഞ ആളുകളെ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്നുണ്ട്. അവർക്കൊരു അരക്ഷിതാവസ്ഥ വരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഇവരൊക്കെ സംഘടിക്കുന്നത്. അപ്പം നമ്മൾ ഒരു സബർബിൽ ഇത്രയും വലിയ ഒരു പ്രദക്ഷിണം വെക്കുമ്പോൾ ഇതെല്ലാം ഇവരെ പ്രൊവോക്ക് ചെയ്യും. ഇവർ നോക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഈ 1-2 പേരെ വല്ല ഷോപ്പിംഗ് സെൻറ്ററിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ജോലി ചെയ്യുന്നിടത്തൊന്നും കണ്ടു കഴിയുന്ന ഇവർക്കിത് വരത്തില്ല. മറ്റേന്ന് പറഞ്ഞു കഴിയുന്ന ഒരു ശക്തി പ്രകടനം പോലെയാണ്. ഇതൊക്കെ ബാധിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ, അല്ലെന്നുണ്ടെങ്കിൽ ഇനിയും മൈഗ്രേറ്റ് ചെയ്യാനായിട്ടിരിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. നമ്മൾ സ്റ്റിൽ അവിടെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. ഭൂരിഭാഗം അവിടുത്തെ നേറ്റീവായിട്ടുള്ള വൈറ്റ്സാണ്. അവരെല്ലാം കൂടി സംഘടിച്ച് കഴിഞ്ഞെന്നാൽ ഇമിഗ്രേഷൻ ഒരു വലിയൊരു കടിഞ്ഞാനായിട്ട് ഇട്ട് കഴിഞ്ഞെന്നാൽ ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നത് ഇനിയും വിദേശത്തേക്ക് പോകുവാനായിട്ട് ഉള്ള വലിയൊരു ജനവിഭാഗത്തെ ആയിരിക്കും. ഇതുപോലെയുള്ള അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ മതങ്ങൾ ചെയ്യാതിരിക്കുക. ഈ ആൾക്കാരെ സംഘടിപ്പിച്ച് ഈ പാതിരിയൊന്നും കാണത്തില്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളിൽ ചേക്കേറിയവരാ. ഈ പറഞ്ഞ പാതിരിയൊന്നും കാണത്തില്ല. നമ്മുടെ മക്കളായിരിക്കും തല്ലുകൊള്ളുന്നത്, അല്ല നമ്മളായിരിക്കും തല്ലുകൊള്ളുന്നത്. ഇവരാരും കാണത്തില്ല നമ്മളെ ഒന്നും രക്ഷിക്കാൻ. അപ്പം ഇവരൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നടു റോഡിലേക്ക് ഇറങ്ങാതെ നിങ്ങൾ ഒരു സ്റ്റേഡിയം ഹയർ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹോള് ഹയർ ചെയ്യുക. കമ്മ്യൂണിറ്റി ഹോളുകൾ ഇഷ്ടം പോലെ മുക്കിനും മൂലയിലും കമ്മ്യൂണിറ്റി ഹോളുകളുണ്ട്. ഇപ്പോൾ സീറോ മലബാറിനാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും തന്നെ പള്ളികളുണ്ട്. പള്ളിക്ക് അത്യാവശ്യം നല്ല കോമ്പൗണ്ടുകളുണ്ട്. നിങ്ങൾ അതിനകത്ത് ചെയ്തോളാനേ ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ പോലെ ഈ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന പെർമിഷൻ എടുത്തിട്ടാണേലും പെർമിഷൻ തന്നെ കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. പെർമിഷൻ എടുത്തിട്ട് അത് ഒരു മതത്തിനും കൊടുക്കരുത്. അവരാ കോമ്പൗണ്ടിനകത്ത് ബാക്കിയുള്ള മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ ഇവരെന്ത് വേണേലും ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ നാട്ടിൽ ഇതുപോലെ കുട്ടിച്ചോറാക്കിയ ഈ നാട്ടിൽ നിന്ന് ചെന്നിട്ട് ഇതുപോലെ ഈ നാട് പോലെ ആക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പിന്നെ പൊളിറ്റീഷ്യൻസിന് മതങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. വോട്ട് ബാങ്കാണ്. അത് കാരണം അവർ പെർമിഷൻ കൊടുക്കും, കുഴപ്പമില്ല, ചെയ്തോളാൻ പറയും.
പക്ഷെ അത് ആ പൊളിറ്റീഷ്യൻ്റെ മാത്രം ലാഭമാണ് അവൻ നോക്കുന്നത്. പക്ഷെ ഇതുപോലെയുള്ള കുറേ മനുഷ്യരവിടെയുണ്ട്. അവർ കയ്യിൽ തോക്കുവേന്തി അല്ലെന്നുണ്ടെങ്കിൽ ലാത്തി ഏന്തി കല്ലുമായിട്ടൊക്കെ നടക്കുന്ന സമയം വരാൻ അധികം താമസമൊന്നുമില്ല. ഓൾറെഡി അതാണ് 31-ാം തീയതി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്കിതിന് പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.